ഇത് ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് സമയമാണ്. കണ്ണനും ബിന്ദുവും കൂടെ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ എന്നും വൈകിട്ട് ഇവർ ഇതുപോലെ നടക്കാനിറങ്ങും. അപ്പോൾ ഇവൻ കണ്ടു വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ചുമയൊക്കെ വരുമ്പോൾ ഞവരയില ഞെരടി നമ്മൾ ഇവൻ്റെ കണ്ണന് ആണെങ്കിലും ശരി മാളുവിനാണെങ്കിലും ഒക്കെ നമ്മൾ മൂക്കിൻ്റെ മുകളിലായിട്ടും തലയിൽ ഉച്ചിയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട് ബിന്ദു പേരമ്മയ്ക്ക് പനിയാന്ന് കണ്ട് അവൻ്റെ സ്ഥിരം പണിയാണ് ഇപ്പോൾ അമ്മ നട്ടുവെച്ചിരിക്കുന്ന തുളസിയുടെ എല്ലാം മണ്ട നുള്ളിയിട്ട് ഇതേപോലെ ആർക്കെങ്കിലും പനിയുണ്ടെന്ന് കണ്ടാൽ ഉടനെ അവർക്കും ഉണ്ടെന്ന് പിച്ച് കൊടുക്കും. ബിന്ദു പേരമ്മയ്ക്ക് അവൻ മിക്കവാറും ഇതുപോലെ നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ഇലയെല്ലാം പറിച്ചു കൊടുക്കും. ചെറുക്കന് തുളസി ഒരു മുട്ടയാക്കി ഒരു പരുവാക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് ഓരോരോ പുതിയ ഐഡിയകളൊക്കെ തോന്നുന്നത്. ഇത് കുറച്ച് കപ്പ കൊണ്ടുവന്നതാണേ. അപ്പോൾ ഇത് നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അത് വേവുന്നില്ല. അങ്ങനെയാണ് പുതിയ എന്തെങ്കിലുമൊക്കെ വേവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള ഐഡിയയൊക്കെ നമ്മളിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി എല്ലാവരും കൂടെ സംസാരിക്കുമ്പോഴാണല്ലോ പുതിയ ഐഡിയയൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ 2-3 സാധനങ്ങളാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നമ്മളെപ്പോഴും ഉണ്ടാക്കാറുള്ള കപ്പ പപ്പടം തന്നെ. അപ്പം വേവാത്ത കപ്പയാകുമ്പം പിന്നെ അത് അരച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, പപ്പടം ഉണ്ടാക്കാൻ നല്ലതായിരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു, വേവുന്നില്ലല്ലോ എന്നും പറഞ്ഞ്. പക്ഷേ വേവാത്ത കപ്പയായതുകൊണ്ട് തന്നെ വറുത്തിട്ടും ഉപ്പേരിക്ക് കടിയും കൊള്ളുന്നില്ല, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം നല്ലതായിരുന്നേ. അങ്ങനെ ഉണ്ട് ബിന്ദു അവിടെ ഇരുന്ന് അതെല്ലാം അരിയുക. അപ്പം ഒരേ രീതിയിൽ അരിയുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് അരിയാമല്ലോ. ആദ്യം കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ദണ്ടേ ഇതേപോലെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വേവാത്ത കപ്പ വെച്ചുണ്ടാക്കിയ 2-3 സാധനങ്ങളുടെ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ കപ്പപ്പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ഒരു സാധനം, കപ്പ ഒണിയൻ ഉത്തപ്പം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ചെറുതാക്കി കപ്പയെല്ലാം അരിഞ്ഞെടുത്തു. എന്നിട്ട് വൃത്തിയായിട്ട് കഴുകി അപ്പം ആദ്യം പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുഴുക്കുണ്ടാക്കി അപ്പോഴാണ് അത് വേവുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അതിനെ വേറൊരു രൂപത്തിലാക്കി എടുത്തു. ഇത് കണ്ടോ, കഴുകിയെടുത്ത കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിവേപ്പിലയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് അത് കുറേ സമയമായിട്ട് എങ്ങനെയും വേവിച്ചുടച്ചൊക്കെ എടുത്തു. അതിനുശേഷം ഇതേപോലെ ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, സവാള ഇതെല്ലാം കൂടെ ഇട്ട് കടുക് വറുത്ത് വഴറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തോട്ട് ചേർക്കും. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. പിന്നെ കടുക് വറക്കാൻ നേരം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ഒരു നല്ല മണവും കൂടി കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടെ വഴറ്റി കണ്ടോ, ഉള്ളിയൊക്കെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടിരിക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഈ കപ്പ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇട്ട് കണ്ടോ ഇതേപോലെ ഇട്ട് ഇളക്കിയെടുക്കണം. നല്ല പോലെ ഇളക്കിയെടുത്ത കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അങ്ങനെ കപ്പ മസാല എന്നാണ് ഞങ്ങളിതിൻ്റെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉഴുന്ന് പരിപ്പും പൊടികൾ, ഗരം മസാലപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് വഴറ്റി എടുത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങളതിനെ കപ്പ മസാല എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കപ്പ മസാലയും കട്ടൻ കാപ്പിയും കൂടെ ഉണ്ട് അനിയന് വൈകുന്നേരം തേക്ക് വേണ്ടി ബിന്ദു ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് തോന്നുന്ന ഐഡിയകളാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അനിയന് ഇഷ്ടപ്പെട്ടു. കണ്ടോ, എന്തെങ്കിലും ആഹാരം കഴിക്കും നമ്മൾ ഉണ്ടാക്കി നല്ല ഇതായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ കപ്പ മസാല ഉണ്ടാക്കാൻ നേരം തന്നെ കപ്പ വേവിച്ചപ്പോൾ മനസ്സിലായി അത് വേവത്തില്ലാന്ന്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റുമോ? കുറേ കപ്പയുണ്ടായിരുന്നേ. അങ്ങനെ അടുത്ത വിഭവം ഉണ്ടാക്കാനായിട്ട് വീണ്ടും കപ്പ അരച്ചു. കപ്പ മാത്രമല്ല കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ കുതിർത്ത പച്ചരിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ കപ്പയും കൂടെ ചേർത്തുള്ള മാവാണ് ഇത്. പച്ചരിയും കപ്പയും കൂടെ അരച്ച മാവ്. അപ്പം അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 4 മണിക്കൂറോളം ഇരിക്കണം. അത് കുറച്ചൊന്ന് പുളി വരണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒണിയൻ ഉത്തപ്പം ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത്. അതുണ്ട് സവാള, ക്യാരറ്റ്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ച് നമ്മൾ ദോശക്കല്ല് ചൂടാവുമ്പം അതിനകത്തോട്ട് ഒരു തവി കപ്പ മാവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ സവാളയും ക്യാരറ്റും മല്ലിയിലയൊക്കെ ഇട്ട്
കരിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് വേണം വേവിക്കാൻ. സവാളയും ക്യാരറ്റും ഒക്കെ വെന്ത് വരണം. അതേപോലെ കപ്പ മാവായതുകൊണ്ട് ഇതിൻ്റെ അടച്ചു വെക്കാതെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിങ്ങനെ വെളുത്ത പൊടി പോലെ ഇരിക്കും, വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതേണ്ട അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ പുറത്തൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. മുളക് പൊടി ആവശ്യമാണെങ്കിൽ മാത്രം, അല്ല കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടി വേണ്ടെന്ന് വയ്ക്കാം, കാരണം നമ്മളത് ഈ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. ഇനി അത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പം അതെടുത്തിട്ട് തിരിച്ചിടണം. അങ്ങനെ 2 സൈഡും ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കപ്പ കിട്ടുമ്പോൾ ചില സമയത്ത് കിട്ടുന്ന കപ്പ ഒട്ടും വേവത്തില്ലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് അരച്ചെടുക്കാമല്ലോ, പിന്നെ വേവുന്ന ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അരച്ച മാവല്ലി അത് നല്ലപോലെ വേവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ നന്ദൂസിന് ആദ്യം അവൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു, അവൻ അങ്ങനെ വേറെ ഒന്നും കഴിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊന്ന് കഴിച്ച് നോക്കടാ, ഏത് ആഹാരമാണെങ്കിലും നമ്മളൊന്ന് കുഞ്ഞുങ്ങളോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. കാരണം അത് ചുമ്മാതെ കാണുന്ന ഒരിതിനങ്ങ് വേണ്ടെന്ന് പറയും ചിലപ്പോൾ. ഇഷ്ടപ്പെട്ട് കുറച്ചൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ടാലോ. അങ്ങനെ എല്ലാ രുചികളും കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞ് കഴിച്ച് നോക്കടാ എന്ന് പറഞ്ഞാൽ അവൻ ഒരെണ്ണം കൊണ്ട് കൊടുത്തു. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ അവന് ഇത് അവൻ്റെ പ്ലേറ്റാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പ്ലേറ്റിനകത്തൊക്കെ ഇട്ട് നല്ല ചൂടോടുകൂടിയുള്ള കപ്പ ഒണിയൻ ഊത്തപ്പം കൊടുത്തു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. തക്കാളിക്കറി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അവനത് കുറച്ച് കഴിച്ച് നോക്കി. അങ്ങനെ അവൻ പിന്നെ ബാക്കി ഒരെണ്ണം കൂടെ കഴിച്ചു. അങ്ങനെ 2 എണ്ണം അവൻ കഴിച്ചു, വേണ്ടാന്ന് പറഞ്ഞെങ്കിലും. അപ്പോൾ നമ്മൾ ഏത് സാധനവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. അപ്പോൾ അവർ കഴിച്ച് നോക്കും. കണ്ടോ, അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളവന് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നെങ്കിലോ, നമ്മളൊരു പുതിയ പലഹാരം ഉണ്ടാക്കിയപ്പോൾ അവന് കൊടുക്കാതെ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല, അങ്ങനെ ഒരു പീസെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് അവന് കൊടുത്തു നോക്കിയത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തത്, ഇത് പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു സാധനമാണ് നമ്മുടെ കപ്പപ്പപ്പടം. അതിന് ഞാൻ പറഞ്ഞ പോലെ ഇത് വേവേണ്ട ആവശ്യമില്ല, കാര്യം ഇത് നമ്മൾ അരച്ചെടുക്കുമല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത കപ്പ അരയ്ക്കണം. ഇതിന് പിന്നെ അരിയൊന്നും വേണ്ട, കപ്പ മാത്രം മതി. നല്ലതുപോലെ അരച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കണം. പിന്നെ ഞാൻ ഈ കപ്പപ്പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വിശദമായിട്ട് അതിനകത്ത് എന്തെല്ലാം ചേർക്കണം എന്നെല്ലാം പറയുന്നതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കണ്ട് അതുപോലെ ഉണ്ടാക്കാം. അതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കി, കൊള്ളാം, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ചൂട് കാലമല്ലേ, ഒരു ദിവസം മതി കേട്ടോ ഇത് ഉണങ്ങാനായിട്ട്. കാരണം അത്രയ്ക്ക് നല്ല വെയിലല്ലേ. നല്ല വെയിലുള്ള ദിവസം രാവിലെ തലേദിവസം തന്നെ നമ്മൾ ഇത് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വെയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇതേപോലെ കുറുക്കി കണ്ടോ എടുത്ത് വെയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് പരത്തി വെക്കാം. അപ്പോൾ വെയിൽ വരുമ്പം അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഒരു ദിവസത്തെ നല്ല വെയിൽ കൊണ്ടാൽ കപ്പപ്പപ്പടം നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. കണ്ടോ, ഇതേപോലെ പ്ലാസ്റ്റിക് ഇങ്ങോട്ട് പിടിക്കത്തൊന്നുമില്ല കേട്ടോ, കാരണം കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ടിങ്ങനെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെയാണ് കപ്പപ്പപ്പടം പരത്താറുള്ളതും. ഇതുവരെ അങ്ങനെ പ്ലാസ്റ്റിക്കൊന്നും തിരിച്ച് കപ്പയിലോട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കപ്പപ്പപ്പടവും തയ്യാറാക്കി. പിന്നെ കുറച്ച് എള്ളും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കപ്പപ്പപ്പടം ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഉണ്ട്, അതിനകത്ത് എല്ലാം പറയുന്നുണ്ട് വിശദമായി. അങ്ങനെ പപ്പടം എല്ലാം പരത്തി വെച്ചു. പക്ഷേ ഇത് ശിവരാത്രിയുടെ തലേ ദിവസമായിരുന്നു ഞങ്ങളിതുണ്ടാക്കിയത്. അതുകൊണ്ട് നല്ല വെയിലില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയില്ല. എന്നാലും കേടാവാത്ത രീതിയിൽ ഉണങ്ങി. പിന്നെ പിറ്റേ ദിവസം എടുത്ത് വെയിലത്ത് വെച്ചു, നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്തു. അങ്ങനെ അല്ലാതെ സാധാരണ ദിവസമാണെങ്കിൽ ഒറ്റ വെയിൽ കൊണ്ട് തന്നെ ഉണങ്ങും. കണ്ടോ, ഈ പരുവത്തിനായിട്ടുണ്ട്. എല്ലാം എടുത്ത് ഇത് വൈകുന്നേരം, ആദ്യത്തെ ദിവസം വൈകുന്നേരം തിരിച്ചെടുത്ത് അകത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ കപ്പ മസാലയും കപ്പപ്പപ്പടവും കപ്പ പച്ചരി ഒണിയൻ ഊത്തപ്പവുമായിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനവും കളയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഏത് സാധനം ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതി, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയകളല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്താം എന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കൂടെ അത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ കപ്പ ഒണിയൻ ഊത്തപ്പവും കപ്പ മസാലയും കപ്പപ്പപ്പടവും ഒക്കെ ഉണ്ടാക്കി എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞതുണ്ട്. പിള്ളേരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക ബിന്ദിച്ചിട്ട.
കുശുമ്പം കണ്ണൻ കണ്ടോ, ബിന്ദുപ്പേരമ്മ നന്ദുചേട്ടനെ മടിയിലിരുത്തി ഊഞ്ഞാലാടിയപ്പം ഉടനെ അവൻ കയറി നന്ദുചേട്ടൻ്റെ മുകളിലിരുന്നു. അവന് പിന്നെ നന്ദുചേട്ടൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക എന്നുള്ളതാണല്ലോ അവൻ്റെ ഒരു ഹോബി. അത് കഴിഞ്ഞ് നന്ദുചേട്ടൻ അവിടെ നിന്ന് എണീറ്റ് തൊട്ടി വന്നിരുന്നു. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ കുറേ നേരം തൊട്ടിയിലിരുന്ന് ആടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ കപ്പ മസാലയും കാപ്പിയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ 4 മണിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാപ്പി കുടിയായിരുന്നു. അപ്പം നമുക്കിതുപോലെ ചില സമയത്ത് കിട്ടുന്ന കപ്പ, വേവാത്ത കപ്പയാണെങ്കിൽ അത് കളയരുത്. എന്ത് ചെയ്യുമെന്നോർത്ത് ഒട്ടും പേടിക്കുകയും വേണ്ട. ഇതേപോലെ ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.